മുംബൈയിൽ മലയാളി വനിതാ സംരംഭകർക്കായി ഒരുക്കിയ വിപണന മേളയ്ക്ക് മികച്ച പ്രതികരണം. മഹാരാഷ്ട്രയിലെ മലയാളി സംഘടനകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ കാലഘട്ടത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം സംഘടിപ്പിച്ച വിപണന മേള മാതൃകയായത്. മുംബൈ ഉപനഗരമായ ഡോംബിവലിയിലാണ് വനിതാ സംരംഭകർക്കായി ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചത്. കേരളീയ സമാജമാണ് ഇതിനായി വീണ്ടും വേദിയൊരുക്കിയത്. ഒരു സ്ഥിരം വരുമാനം നമ്മളുടെ ലേഡീസിൽ പ്രവർത്തിക്കുന്ന ചെറിയ തരത്തിലുള്ള ബിസിനസ്സുകാർക്ക് പ്രയോജനപ്പെടും. മലയാളി സംഘടനകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മറ്റു സമാജങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടത്തുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് സമാജം ഭാരവാഹികൾ പറയുന്നു. സ്ത്രീ ശാക്തീകരണ ഭാഗമായിട്ട് പല പദ്ധതികളും ഇന്ന് കേരളീയ സമാജം നടത്തി വരുന്നുണ്ട്. വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും വളരെ പ്രയോജനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. അതായത് ബോംബെയിലും പരിസര പ്രദേശത്തുള്ള മറ്റുള്ള സമാജങ്ങൾക്കും ഇതൊരു മാതൃകയാകട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് മൂന്നാം തവണയാണ് വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വ്യാപാരമേള സംഘടിപ്പിക്കുന്നത്. ഈ സംരംഭം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ ആഗ്രഹം. ഇതൊരു ഡിജിറ്റൽ രീതിയിൽ എല്ലാ ആളുകളിലേക്കും എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. സ്റ്റാളുകളിൽ നിന്ന് ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ ത്രില്ലിലാണ് വനിതാ സംരംഭകരും. നമ്മുടെ സമാജം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എത്ര ശ്ലാഘിച്ചാലും മതി വരില്ല. ഏകദേശം 80 വയസ്സിന് താഴെയുള്ള വീട്ടമ്മ മുതൽ 20 വയസ്സുകാരി വരെ വനിതാ സംരംഭകർക്കായി ഒരുക്കിയ വിപണനമേളയിൽ സ്റ്റാളുകളുമായി സജീവമായിരുന്നു. മേളയിൽ പ്രകടമായ ജനകീയ മാതൃക വിൽപ്പനയ്ക്കൊപ്പം കൂടുതൽ ഉപഭോക്താക്കളെ പരിചയപ്പെടാനും പുതിയ ഓർഡറുകൾ ലഭിക്കാനും സംരംഭകർക്ക് പ്രയോജനമായി. യൂത്തിന്റെ ഒരു വിഭാഗമുണ്ട്, ലേഡീസിന് യൂത്ത് വിംഗ്, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഈ പ്രോഗ്രാം വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനങ്ങളും മികച്ച സേവനങ്ങളുമാണ് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തിയത്. വലിയൊരു വിപണിയുടെ ശൃംഖലയാണ് ചെറുകിട സംരംഭകർക്കായി സമാജം തുറന്നിട്ടത്. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.